விலகாத மேகம் நீர், முன் செல்லும் மேகம் நீர். 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 ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே, மகிமையின் ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. விலகாத மேகம் நீர், முன் செல்லும் மேகம் நீர். 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 ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே, மகிமையின் ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே. என் பேச்சில, என் மூச்சில, என் சொல்லல, என் செயலில கலந்திருக்கீங்க. என் நினைவுல, என் நடத்தையில, என் நினைவுல, என் உயிரில கலந்திருக்கீங்க. அன்பின் ஆவியானவரே, விலையேறப் பெற்றவரே, என்னை ஆளும் பரிசுத்தரே, நன்றி ஐயா. அன்பின் ஆவியானவரே, விலையேறப் பெற்றவரே, என்னை ஆளும் பரிசுத்தரே, நன்றி ஐயா. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே அப்பா. ஒரு மகிமையின் மேகம் என் சபையை மூடுதே. விலகாத மேகம் நீர், முன் செல்லும் மேகம் நீர். விலகாத மேகம் நீர், முன் செல்லும் மேகம் நீர். விலகாத மேகம் நீர், முன் செல்லும் மேகம் நீர். விலகாத மேகம் நீர் அப்பா, முன் செல்லும் மேகம் நீர். ஆவியானவரே, அன்பின் ஆவியானவரே,
മോർണിംഗ് ആൻഡ് പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ കാര്യമൊന്നുമല്ല. നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി മൂലം രക്ഷയിലേക്ക് വന്ന് സ്നാനപ്പെട്ട് യേശുവിനെ പിൻപറ്റി ജീവിക്കുന്ന എല്ലാവർക്കുമായുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നവരാവാം, ജോലി ചെയ്യുന്നവരാവാം, ബിസിനസ് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആവാം, ചെറുപ്പക്കാർക്കും വലിയ പ്രായമായവർക്ക് എല്ലാവർക്കും, നമ്മൾ ദൈവമക്കളായിട്ടുള്ള എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വായിൽ നിന്ന് ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും വരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മളോട് ഓരോരുത്തരോട് ഇടപെടുകയും നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വചനം നോക്കുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നു: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ, ഇംഗ്ലീഷിൽ പറയുന്നു ടെമ്പററി റെസിഡൻസ് ആൻഡ് ഫോറിനേഴ്സ്. പത്രോസ് ഈ പ്രവാസി എന്നോ അല്ല പരദേശി എന്നോ വിളിക്കുന്നത് ആരെയാണ്? ഈ ലോകത്തിലെ അവിശ്വാസികളായ ആളുകളെയാണോ വിളിക്കുന്നത്? അല്ല. നമ്മൾ 1 പത്രോസിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം കാണുമ്പോൾ വളരെ വ്യക്തമാണ്, വിശ്വാസികളായ ദൈവജനത്തെയാണ് പ്രവാസികളെന്നും പരദേശികളെന്നും വിളിക്കുന്നത്. ഈ പ്രവാസി എന്നുള്ള വാക്ക് നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. നമ്മൾ പ്രവാസി മലയാളി എന്നൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അല്ലെ പൗരത്വമുള്ള ഒരാൾ മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുമ്പോഴാണ് അയാളെ പരദേശി എന്നും പ്രവാസി എന്നൊക്കെ വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവജനം ഈ ഭൂമിയിൽ പ്രവാസിയും പരദേശിയും ആണെങ്കിൽ നമ്മൾ ദൈവമക്കളുടെ ആക്ച്വൽ സിറ്റിസൺഷിപ്പ് പൗരത്വം എവിടെയാണ്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. പ്രൈസ് ഗോഡ്. അല്ലേ? നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ളൊരു വലിയ വകയാണ്. ഇപ്പോൾ ഈ ഭൂമിയുടെ ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ US പോയിട്ട് ഗ്രീൻ കാർഡോ അല്ലെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടും, ഭയങ്കര സന്തോഷമാണ് ആളുകൾക്ക്, അല്ലേ? ഈ 20-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ഈ 2 വാക്യം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ട് യേശുവിൻ്റെ രാജ്യത്തിൽ ചേരുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരായി തീർന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളെ പ്രവാസികളും പരദേശികളും എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ സ്വർഗീയ പൗരന്മാരാകുന്നതിന് മുമ്പ് നമ്മുടെ പൗരത്വം എവിടെയായിരുന്നു? അപ്പം അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ഇന്ത്യൻ പൗരന്മാരായിരുന്നു, ഇപ്പോൾ സ്വർഗത്തിലെ പൗരന്മാരായി എന്നാണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അന്നും ഇന്നും ഇന്ത്യൻ പൗരന്മാരാണ്. പക്ഷേ ഒരു ആത്മീയ തലത്തിൽ നമ്മൾ ഇന്ന് സ്വർഗീയ പൗരന്മാരായി തീർന്നു. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു നമുക്ക് നോക്കാം. കൊളോസ്യരുടെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചത്. അപ്പൊ നമ്മൾ ഇതിന് മനസ്സിലാകുന്നത്, വി വെർ സിറ്റിസൺസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ബിഫോർ വി കെയിം ടു നോ ക്രൈസ്റ്റ്, അല്ലേ? നമ്മൾ അന്ധകാര അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിലായിരുന്നു നമ്മൾ ഇതിനു മുമ്പ്. അവിടുന്നാണ് കർത്താവ് തന്റെ കൃപയാൽ നമ്മളെ തന്റെ സ്വർഗീയ രാജ്യത്തിലേക്ക് ആക്കി വെച്ചത്. പ്രൈസ് ഗോഡ്. അപ്പോൾ എനിക്കിന്നിവിടെ നമ്മളോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ആലോചന വെക്കാനുള്ളത്, നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതം മുമ്പോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ കെട്ടി ഉണ്ടാക്കാനും നമ്മൾ ഓരോന്ന് ചെയ്ത് എടുക്കുമ്പോഴും നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ തീരുമാനത്തിലൊക്കെ ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടോ? അത് എന്ത് മേഖലയായിക്കോട്ടെ, അതാ നമ്മുടെ സ്പിരിച്വൽ മിനിസ്ട്രീസ് ആവാം, ലോകത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാവാം, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ താത്കാലികമായി മാത്രമാണ് ഇവിടെ ഈ ഭൂമിയിലായിരിക്കുന്നതെന്നും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഉള്ള ഒരു ബോധ്യം നമുക്ക് എത്രമാത്രമുണ്ട്? അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറന്നു പോകാറുണ്ടോ? ഞാൻ ഇതേപ്പറ്റി ആലോചിച്ച് ദിവസം ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ഇതാണ്. ഞാൻ ദൈവം സഹായിച്ച് പലതവണ ജോലിയുടെ ആവശ്യത്തിനായി മറ്റു രാജ്യങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ മറ്റു രാജ്യത്ത് താമസിച്ചിരുന്ന ആ സമയത്തെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനും അത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫുമായിട്ട്, നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതവുമായി ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ ഇടയായി. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലൊരു കാര്യം, ആദ്യത്തെ കാര്യം, വി ട്രസ്റ്റ് ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ദ ക്ലൈമറ്റ് ഇൻ ദ ഫോറിൻ കൺട്രി. നമ്മൾ ഒരു തണുപ്പുള്ള രാജ്യത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ സ്വെറ്ററും ഗ്ലൗസും മറ്റ് പ്രൊട്ടക്റ്റീവ് ഗിയർ എല്ലാം നമ്മൾ ധരിക്കും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എഫേഷ്യൻസ് 6:11 പറയുന്നു, എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, Put on all of God's armor so that you will be able to stand firm against all strategies of the devil.
ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കരുത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ സ്ഥലമല്ല ഈ ഭൂമി, നമ്മൾ പരദേശികളാണ്. ഈ ഭൂമിയെ ഭരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കാനായിട്ട് എപ്പോഴും ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. പോയിന്റ് നമ്പർ 2, we notice that we look different, we talk different, and our ways are different from the natives, and the natives also notices this. നമ്മളൊരു മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്, നമ്മൾ അവരെ പോലല്ല കാണാൻ, നമ്മൾ സംസാരിക്കുന്നവരെ പോലല്ല, നമ്മുടെ രീതികൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ നോട്ടീസ് ചെയ്യും, അവരും അത് നോട്ടീസ് ചെയ്യാറുണ്ട്. ദൈവമക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ ഒരു ഡിഫറൻസ് കാണാറുണ്ടോ? അതോ നമ്മളും മറ്റ് അവിശ്വാസികളെ പോലെ തന്നെ അതേപോലെയാണോ നമ്മൾ ജീവിക്കുക? നമ്മളെ കാണുന്നവർക്ക് നമ്മുടെ സംസാരത്തിലും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നടപ്പിലും ഒക്കെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സ്വയം പരിശോധിക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ കൂടെ നമ്മൾ ആ രാജ്യത്ത് മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ റൂൾസ് എല്ലാം ഒബേ ചെയ്യാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ട്, അല്ലേ? ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്ന ഒരു പൗരനായിരിക്കും, പക്ഷെ അവിടെ ടാക്സ് കൊടുക്കണം എന്നാണെങ്കിൽ നമ്മൾ അവിടെ ടാക്സ് കൊടുക്കണം. അല്ലെങ്കിൽ ഇച്ചിരി സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിലാണ് കാർ ഓടിക്കുന്നത്, പക്ഷെ റൈറ്റ് സൈഡിൽ ആണ് കാർ ഓടിക്കുന്ന ഒരു രാജ്യത്ത് പോയാൽ നമ്മൾ അവിടെ പോയി റൈറ്റ് സൈഡിൽ ഓടിക്കണം. അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിൽ ഓടിച്ചാണ് ശീലിച്ചത്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഓടിക്കുന്നത് പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്നു, റോമരുടെ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു, everyone must submit to governing authorities, for all authority comes from God, and those in positions of authority have been placed there by God. അപ്പോൾ എനിക്ക് ഓർപ്പിക്കാനുള്ള പോയിന്റ്, നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളായിരിക്കുന്നുവെങ്കിലും എല്ലാ ഗവേണിംഗ് അതോറിറ്റീസിനോട് സബ്മിറ്റ് ചെയ്യാനാണ് ദൈവഹിതം. നമുക്കിഷ്ടമുള്ള ഒരാളായിരിക്കണം എന്നില്ല ഭരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള പാർട്ടി ആയിരിക്കണം എന്നില്ല ഭരിക്കുന്നത്. പക്ഷേ ദൈവം ആക്കി വെച്ചിരിക്കുന്നവരാണ് അവിടെ, ദൈവം അപ്രൂവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ദൈവം അറിയാണ്ടല്ല അവരവിടെ ആയിരിക്കുന്നത്, അല്ലേ? For all authority comes from God, and those in positions of authority have been placed there by God. So നമുക്ക് ദൈവവചനം പറയുന്ന പോലെ അതിനെല്ലാം സബ്മിറ്റഡ് ആയിട്ട് ഇരിക്കാം. 4-ാമത്തെ പോയിന്റ്, നമ്മളിപ്പോൾ മറ്റൊരു സ്ഥലത്തെത്തി കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ മറ്റ് മലയാളീസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇനി മലയാളീസിനെ കിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നമ്മൾ അവരെ കണ്ടുപിടിച്ച് പിന്നെ അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ മൂവ്മെന്റ്സ് ഒക്കെ. നമ്മൾ ഈ ഫോറിൻ കൺട്രിയിലെ ഫോറിനേഴ്സായിട്ട് നമ്മൾ ഇടപെടുന്നില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ അതേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ കൂടുതൽ ഇടപെടാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു ഹാവ് മോർ ആൻഡ് മോർ ഫെലോഷിപ്പ് വിത്ത് അതർ ബിലീവേഴ്സ്. ഈ എബ്രായർ ലേഖനം 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ഫെലോഷിപ്പ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, ഒഴിവാക്കരുത്. നമ്മൾ മറ്റ് ബിലീവേഴ്സിനോടൊപ്പം നല്ല ഫെലോഷിപ്പ് ചെയ്യുകയും അങ്ങനെ നമുക്ക് വളരാനൊക്കെ സാധിക്കട്ടെ. അടുത്ത കാര്യം, 5-ാമത്തെ കാര്യം, ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു അടിപൊളി ഒരു യൂറോപ്യൻ രാജ്യത്ത് അമേരിക്കയിലൊക്കെ പോയി കുറച്ച് നാൾ അവിടുത്തെ ബർഗറും പിസ്സയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചോറും മീൻകറിയും മറ്റു കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, മലയാളി റെസ്റ്റോറൻറ്റ്സ് ആ രാജ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പും. ഇനി മലയാളി റെസ്റ്റോറൻറ്റ് കിട്ടി അറ്റ്ലീസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് തപ്പി അവിടെ പോയി ഭക്ഷണം കഴിക്കും. അപ്പം നമ്മൾ ഈ സ്വർഗീയ പൗരന്മാരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവവചനമാണ് നമ്മുടെ ആത്മീയ ഭക്ഷണം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരുന്നു, മത്തായി 4:4 പറഞ്ഞു, Man shall not live by bread alone, but by every word that proceeds from the mouth of God. അപ്പോൾ നമുക്ക് അധികം ഒരു ആരെങ്കിലും പറഞ്ഞത് കാരണം രാവിലെയും വൈകിട്ട് ഓരോ നേരം ബൈബിൾ വായിക്കുക എന്നുള്ളതല്ല. സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ രാപ്പകൽ അവന്റെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് നമ്മുടെ ന്യൂട്രീഷൻ, ആത്മീയ ന്യൂട്രീഷൻ, അത് അനുഗ്രഹമായിരിക്കും. 6-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വി ട്രൈ ടു കോൾ ആൻഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് അവർ ഡിയർ വൺസ്. നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള വീട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അവരെ വിളിക്കുകയും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലാണ്. എസ്പെഷ്യലി ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പേരൻസിനെ ഒന്നും ഒരുപക്ഷെ എല്ലാ ദിവസവും വിളിച്ചെന്ന് വരത്തില്ല. ഇപ്പോൾ മറ്റു രാജ്യത്തായി കുറച്ച് ദൂരമൊക്കെ ഫീൽ ചെയ്ത് കുറച്ചൊരു ഹോം സിക്കൊക്കെ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ പേരൻസിനെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചൊരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ
ഈ ഭൂമിയിൽ പരദേശികളായിരിക്കുമ്പോൾ നമ്മുടെ ദൈവമായി, നമ്മുടെ പിതാവാം ദൈവമായി എപ്പോഴും ഒരു കണക്ഷനിൽ, പ്രാർത്ഥനയിലായിരിക്കാം. ഇടവിടാതെ പ്രാർത്ഥിപ്പാനാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ അവിടെ ആയി കുറച്ച് ആഴ്ചകൾ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു റുട്ടീനിലേക്കൊക്കെ വന്നു, നമ്മൾ സെറ്റിലായി. പക്ഷെ എന്തെന്ന് പറഞ്ഞാലും വി ഡോണ്ട് ഫീൽ അറ്റ് ഹോം ദെയർ, അല്ലെ, വി ഡോണ്ട് റിയലി ഫീൽ ലൈക്ക് വി ബിലോങ് ദെയർ. നമ്മളെന്നും നമുക്കറിയാം നമ്മൾ സെറ്റിലൊക്കെ ആയി, കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ നമ്മളെ എന്നും നമുക്കറിയാം നമ്മുടെ ദിസ് ഇസ് നോട്ട് അവർ ഹോം. ഒരു 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 എന്തോ ഒരു കുറവ്. അപ്പോൾ സഭാപ്രസംഗി 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ഞാനിത് ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ, ഹി ഹാസ് മെയ്ഡ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻ ഇറ്റ്സ് ടൈം. ഹി ഹാസ് ഓൾസോ പ്ലാന്റഡ് എറ്റേണിറ്റി. എറ്റേണിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എസെൻസ് ഓഫ് ഡിവൈൻ പർപ്പസ്. ഹി ഹാസ് ഓൾസോ പ്ലാന്റഡ് എറ്റേണിറ്റി ഇൻ ദ ഹ്യൂമൻ ഹാർട്ട്, എ മിസ്റ്റീരിയസ് ലോങ്ങിങ് വിച്ച് നത്തിങ് അണ്ടർ ദ സൺ ക്യാൻ സാറ്റിസ്ഫൈ എക്സെപ്റ്റ് ഗോഡ്. നമ്മുടെ ഉള്ളിൽ ദൈവം എല്ലാ മനുഷ്യന്റെ ഹൃദയങ്ങളിലും ഒരു ഡിവൈൻ പർപ്പസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ഭൂമിയിലുള്ള ഒന്നിനാലും സാറ്റിസ്ഫൈഡ് ആവില്ല, ദൈവത്താൽ മാത്രമേ അത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ആമേൻ. അപ്പം ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ സമയങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഹോം സിക്ക് ആകാൻ തുടങ്ങും. നമുക്ക് തിരിച്ച് പോകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ലാസ്റ്റ് ടൈം നെതർലൻഡ്സിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെളിയിൽ കൂടെ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ആലോചിക്കും, എന്നാണ് ഒരു ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു പോകാൻ പറ്റുന്നതെന്നൊക്കെ. ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, നമ്മൾ എത്ര പേര് ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായി യേശുവിൻ്റെ സന്നിധിയിലായിരിക്കാനും നമ്മുടെ സ്വർഗീയ ഭവനത്തിലായിരിക്കാനും നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ ചോദിച്ചു, ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആരെങ്കിലും ഒന്ന് ഹൃദയത്തിൽ വിചാരിച്ചോ, കർത്താവേ യേശുവേ നീ ഇന്ന് വരുമോ? അതും രണ്ട് രീതിയിൽ നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ഇങ്ങനെ വേണേ വിചാരിക്കാം, കർത്താവേ ഇന്നെങ്ങാനും നീ വന്ന് കളയുമോ, ഞാൻ റെഡിയല്ല. അല്ലെങ്കിൽ പറയാം, കർത്താവേ ഇന്ന് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ അങ്ങനത്തെ ആൾക്കാർ, നമ്മൾ ദൈവത്തിന്റെ വരവിനായി കാത്തിരിക്കുന്ന ആൾക്കാരാവട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ വളരെ ടെമ്പററി ആയിട്ട് മാത്രമാണ് നമുക്ക് പോകാനുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. ആമേൻ. മൂവിങ് ഓൺ. 9th പോയിന്റ് എന്ന് പറയുന്നത്, ഈവൻ ദോ നമ്മൾ ഹോം സിക്ക് ആണ്, നമുക്ക് തിരിച്ച് നമ്മുടെ ദേശത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും വി കണ്ടിന്യൂ ടു സ്റ്റേ ദെയർ ടു ഫിനിഷ് ദ വർക്ക് ഫോർ വിച്ച് വി വർ സെൻഡ്. നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ വിട്ട ആ കാര്യം, നമ്മളെ അവിടെ ആക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർക്കുവോളം നമ്മളവിടെ നിൽക്കുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പരദേശികളാണെങ്കിലും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം തികയ്ക്കുന്നവരെ നമ്മളിവിടെ വിശ്വസ്തയോടെ ആയിരിക്കണം. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോൾ വി യൂഷ്വലി ഡോണ്ട് ഇൻവെസ്റ്റ് അവർ മണി ദെയർ. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവിടെ കാശ് സ്പെൻഡ് ചെയ്യുമെങ്കിലും നമ്മൾ ഒരു ഡെഫിനറ്റ് പീരീഡിലേക്കാണ് പോകുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് കാശ് അവിടെ സ്പെൻഡ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി കാശെല്ലാം നാട്ടിലേക്ക് അയച്ച് അവിടെ അത് ആ കാശ് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവട്ടെ, ഈ നശിച്ചു പോകുന്ന ഈ ഭൂമിയിലെ ട്രഷേഴ്സ് ആവരുത് നമ്മൾ കൂട്ടിവെക്കുന്നത്. നശിച്ചു പോകാത്ത ട്രഷേഴ്സ് നമുക്ക് സ്വർഗത്തിൽ കൂട്ടിവെക്കാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ച് ദൈവത്തിന് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്ത് ഗുഡ് റിവാർഡ്സ് നമുക്ക് സ്വർഗത്തിൽ കരുതാം. ആമേൻ. ഈ ഒരു ഭാഗത്ത് ഞാൻ ലാസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. നമ്മളവിടെ മറ്റു സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം ഇതാണ്, അവിടുത്തെ ഫോറിനേഴ്സായിട്ട് നമ്മൾ ഇടപെടുകയോ അവരൊരു ഫ്രണ്ട്സ് ആവുകയൊക്കെ ചെയ്യുകയും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മുടെ രീതികളെക്കുറിച്ചും നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മുടെ പൊളിറ്റിക്സിനെ കുറിച്ച് ഒക്കെ പറയും, സംസാരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ കമ്പനിയായി പറയും, ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോയിട്ട് നിങ്ങളൊരു ദിവസം അങ്ങോട്ട് വരണമെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരോടും കർത്താവിനെ കുറിച്ച് പറയാനും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാനും നമുക്കിടയാവട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ചില പ്രവാസികളെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം, ഇയാൾ എന്താ ഈ പറയുന്നത്? ഞാൻ ഈ ആയിരിക്കുന്ന പ്രദേശം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട, അല്ലെ എനിക്ക് കേരളത്തിൽ പോയി സെറ്റിൽ ചെയ്യണ്ട, എനിക്കിപ്പോൾ ഞാൻ ആയിരിക്കുന്ന ദേശത്ത് സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹമൊക്കെ എന്നൊക്കെ. അത് യാതൊരു കുഴപ്പമില്ല. ദൈവം നമ്മളെ ഓരോ സീസണിലും ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വിശ്വസ്തയോടെ ആയിരിക്കാം. എന്നാൽ നമ്മുടെ ആത്മീയ യാത്ര എടുക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ നേരത്തെ കേട്ട വചനത്തിൽ നിന്ന് ക്ലിയർ ആണ്, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. ഈ ഭൂമിയിൽ
ഈ ലോകത്തിൽ നമ്മൾ പരദേശികളും പ്രവാസികളുമായി നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറന്നിട്ട്, നമ്മുടെ സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളുടെ പുറകെയാണോ ഓടുന്നത്? അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു കയറിയോ? പണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തെയും ലോകത്തിന്റെ ഓഫർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്നേഹിച്ച് നടന്നിരുന്ന ആൾക്കാരാണല്ലേ. തിരിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ, നമ്മുടെ ഈ ആത്മീയ നടപ്പിൽ നമ്മൾ വീണ്ടും ലോകത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കയറിയോ എന്ന് നമുക്ക് പരിശോധിക്കാം. 1 യോഹന്നാൻ 2 അതിൽ 15 തൊട്ട് 17 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ആമേൻ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഇതിൽ പറയുന്നു ജഡമോഹം, ഫിസിക്കൽ പ്ലഷേഴ്സ്; കൺമോഹം, കാണുന്ന കാര്യങ്ങളോടുള്ള വാഞ്ച; അതുപോലെ ജീവന പ്രതാപം, നമ്മുടെ അച്ചീവ്മെന്റ്സും നമ്മുടെ പൊസഷൻസിന് മേലുള്ള നമ്മുടെ പ്രൈഡ്. ഇതെല്ലാം ലോകത്തിൻ്റെതായ കാര്യങ്ങളാണ്, ദൈവത്തിൽ നിന്നല്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മൾ ഈവൻ സ്പിരിച്വൽ കാര്യങ്ങൾ പോലും, നമ്മുടെ ചർച്ച് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ മറ്റുള്ള ചർച്ചസുമായിട്ട് കമ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള മിനിസ്റ്റേഴ്സുമായിട്ട് കമ്പീറ്റ് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ശരിക്കും എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇൻഡിവിജ്വലായിട്ട്, നമ്മുടെ ഫാമിലി ആയിട്ട്, നമ്മുടെ ചർച്ചായിട്ടൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവേഷ്ടപ്രകാരമാണോ, അതോ ലോകത്തിലെ ആരും കൂടെ ലോകത്തിന്റെ ഒരു അപ്രൂവലിന് വേണ്ടിയോ ലോകത്തിന്റെ സ്നേഹത്തിന് വേണ്ടിയോ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ലോകവും അതിന്റെ സകല മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാൻ പറ്റിയ നല്ലൊരു വചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നു: നിങ്ങൾ ലോകക്കാർ ആയിരിക്കുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദ വേൾഡ് വിൽ ഹേറ്റ് യു. ചോദിച്ചോട്ടെ, ലോകം ശരിക്കും നമ്മളെ പകയ്ക്കുന്നുണ്ടോ, അതോ ലോകത്തിന് നമ്മളോട് സ്നേഹമാണോ? അത് ഡിപ്പെൻഡ് ചെയ്യും. ആൻസർ ഡിപ്പെൻഡ് ചെയ്യും. പേഴ്സൺ ടു പേഴ്സൺ അത് ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ രീതികളും ലോകത്തിൻ്റെതായ ഉള്ളതാണെങ്കിൽ ലോകം നമ്മളെ സ്നേഹിക്കും. നമ്മളെന്നാൽ യേശു പറഞ്ഞ വഴിയിൽ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ലോകം നമ്മളെ പകയ്ക്കും. ഇത് വെച്ച് തന്നെ നമുക്ക് ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ നമ്മളെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഈ ലോകം നമ്മളെ പകയ്ക്കുകയാണോ അതോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഈ ലോകത്തിന്റെ സ്നേഹവും ലോകത്തിന്റെ അപ്രൂവലും ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ വിശ്വാസവീരന്മാരായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് കാണാം. എബ്രാമും യാക്കോബും പല ആൾക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്നവിടെ കാണാം. എന്നിട്ട് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ അവർ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. എന്നിട്ട് എഴുതിയേക്കാണ്: ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നതെന്ന് കാണിക്കുന്നു. അപ്പോൾ ഇവരുടെ ജീവിതം കാണുമ്പോൾ, ഈ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതം കാണുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്നു അവർ ഒരു ഹോംലാൻഡ്, ഒരു ഹെവൻലി ഹോംലാൻഡ്, ഒരു പിതൃദേശം അവർ അന്വേഷിക്കുന്നു എന്ന് കാണുന്നു. നമുക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും അങ്ങനെ ആവട്ടെ. നമ്മളും ഒരു ഹെവൻലി ഹോംലാൻഡിന് വേണ്ടി അന്വേഷിക്കുന്നവരാവട്ടെ. നമ്മുടെ ഹെവൻലി ഹോംലാൻഡിൽ നമ്മുടെ ട്രഷേഴ്സ് കൂട്ടിവെക്കുന്നവരാവട്ടെ. ഇത് ഇങ്ങനെ നമ്മുടെ ഓട്ടം തികയ്ക്കാനായിട്ട് എങ്ങനെ അത് വിജയകരമായി ചെയ്യാമെന്ന് കുറച്ച് വാക്യങ്ങളുടെ മുമ്പോട്ട് വരുമ്പോൾ കാണാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. മെയിനായിട്ടൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ നമുക്ക് ഓടാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളെ ഈ ലോകത്തിൻ്റെതായ ഭാരങ്ങൾ നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ
അതിനെ ഓവർകം ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പാപം, അത് വളരെ ടെംപ്ടേഷൻസും പ്ലഷറും ഒക്കെ തരുന്നതാവാം. പക്ഷേ അതൊക്കെ സാക്രിഫൈസ് ചെയ്തൊക്കെ മാറ്റി വെച്ച് നമ്മുടെ മുമ്പിലുള്ള ഹെവൻലി ഹോംലാൻഡിലേക്ക് നമുക്ക് സ്ഥിരതയോടെ ഓടാം. അതെങ്ങനെ? ആരെ നോക്കി ഓടാം? അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് എബ്രായ ലേഖനം 12:2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. പ്രൈസ് ഗോഡ്. നമ്മുടെ എല്ലാ കാര്യത്തിലും റോൾ മോഡൽ എന്ന് പറയുന്നത് യേശുവാണ്. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവന്റെ മുമ്പിൽ വന്ന എല്ലാ കഷ്ടതകളും വേദനകളും അപമാനവും എല്ലാം സഹിച്ച് അത് കഴിഞ്ഞപ്പോൾ അതിന്റെ റിവാർഡ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. നമ്മൾ തളരുകയോ വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യുമ്പോഴും യേശുവിനെ നോക്കാം. യേശുവാണ് നമ്മുടെ ഫെയ്ത്ത് ഇനിഷ്യേറ്റ് ചെയ്തത്, അല്ലെ? വിശ്വാസത്തിന്റെ നായകൻ. അതുപോലെ തന്നെ വിശ്വാസം പൂർത്തി വരുത്തുന്നതും യേശുവാണ്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് യേശുവിനെ നോക്കി നമ്മുടെ സ്വർഗീയ ഹോംലാൻഡിന് വേണ്ടി കാത്തിരിക്കാം. അതിനുവേണ്ടി നമുക്ക് ഓടാം. ഈ ലോകവും ഈ ലോകത്തിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം.